അവിടെ അവിടെ നീ എന്റെ പേരിൽ ഒരു നോണ പറഞ്ഞു. തള്ളിക്കളയാ ഇത് കേൾക്കും. ഒരാള് ഏതോ ഒരു മലവാണം പോയി. ആ മലവാണം പോയത് ഊളത്തരമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അതിന്റെ ബേക്കിൽ പറയാ എന്റെ തലയിലേക്ക്. നിങ്ങൾ ഇതുപോലെ ഫ്രോഡുകളാണ്. ഞാൻ പറയാൻ പറയാം, ഈ കമ്മികൾ ഇവിടെ ഇരുന്നിട്ട് സപ്പോർട്ട് കൊണ്ടുവരെ ചെന്നിത്തല ആൾറെഡി ഒരാളുടെ സപ്പോർട്ട് പേരിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഫ്രോഡുകൾ, അത് കൊലപാതകമാണ്. ഭൂലോക ചെന്നിത്തല ഫ്രോഡുകള്, ചെന്നിത്തല ഉണ്ണിയെ ഭൂലോക ചെന്നിത്തല ഫ്രോഡുകള്, ഭൂലോക ഫ്രോഡുകളാണെന്നുള്ളതിന്റെ തെളിവാണ് ഒരാൾ പറയാത്ത സ്റ്റേറ്റ്മെന്റ് അയാളുടെ തലയിലേക്ക് കെട്ടിവെക്കില്ലേ. വേറെ ആരെങ്കിലും തലയിൽ കെട്ടിച്ചോ? ഈ രമേശ് ചെന്നിത്തല തലയിൽ വെച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയല്ലേ. അതൊരുമാതിരി ഊളത്തരമാണ്. അതല്ലേ? മനസ്സിലായോ? ഉന്നതനായ നേതാവാണ്. കോൺഗ്രസ് തീരുമാനിച്ചിട്ടാണ് ഓ, അവിടെ അതിന് ഞാൻ സ്ഥാനാർത്ഥി. സമുന്നതമായ മൂഞ്ചണ ഞങ്ങളെ പട്ടി ഇല കൊടുക്കും. ചെന്നിത്തല ഫുൾ സപ്പോർട്ട്. ചെന്നിത്തല ഫുൾ സപ്പോർട്ട്. ഹലോ ഗൈസ്, അതെ ചെന്നിത്തല പാട്ട് പാടേ. പാട്ട് പാടാമോ? ഹലോ പാട്ട് പാടാ. ചെന്നിത്തല ഫുൾ സപ്പോർട്ട്. എടാ മ്യൂട്ട് പണ്ണടാ, എന്നെ മ്യൂട്ട് പണ്ണടാ. ഷബീർ മ്യൂട്ട് പണ്ണടാ. ചെന്നിത്തല നിരുപാധിക സപ്പോർട്ട്. ഹലോ ഗൈസ്, ODF ചെയ്യുന്ന എത്ര പിന്നെ തന്തല്ലായിട്ട് തരത്തിന് വന്നിട്ട് ഈ പിന്നെ ഊളത്തരമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മാപ്പ് അപേക്ഷിക്കും. ഒരു ദിവസം എത്ര ചെയ്യും? 7 ദിവസം രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഈ ഊളത്തരമാണ് അവർ ചെയ്ത്. ഊളത്തരമാണ് അവർ ചെയ്ത്. തെണ്ടിത്തരമാണ്. തൊണ്ടല്ലാത്തരമാണ്. ആർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കാം? ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ ഒരു തോന്നിയാസം ചെയ്ത യുവിന്തിനാ മാപ്പ് അപേക്ഷിക്കുന്നത്? അതായത് നമ്മളിവിടെ എന്താ പറയാ പറ്റിയ, അതായത് ബാക്കിയുള്ള പറ്റിയ നേതാക്കന്മാര് പറയുന്ന കാര്യങ്ങൾ നമ്മള് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. അതല്ലാതെ ഇരുന്നിട്ട് ആരും ഇതേപോലെ ന്യായീകരിക്കൂല. മനസ്സിലായ മുജീബ്? അത് വർഗീയതയാണോന്ന് പറയാം. ഇതിങ്ങനെ കിടന്നിട്ട് വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് പോലും പറയാൻ അന്തസ്സില്ലാത്ത വാണങ്ങൾ നമ്മള് ഇന്ത്യയിൽ ജീവിക്കുമ്പോ ഞാൻ ഇന്ത്യയിൽ ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്നാമത്തെ വെച്ചാൽ ഒരു പാർട്ടി അടിമയല്ല. നമ്മൾ ഇന്ത്യയിൽ ഒരു കക്ഷി രാഷ്ട്രീയം ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന മെത്തേഡ് അതാണ്. നമ്മൾ ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തിനോട് യോജിക്കുന്ന ആ ആശയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൂസ് ചെയ്യുന്നതോടൊപ്പം ആ രാഷ്ട്രീയ പാർട്ടികളിൽ പല വാണങ്ങളും ഉണ്ടാവും. ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് തെറ്റുപറ്റാറില്ല എന്നൊന്നുമില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന അതാണ്. ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ വേറെ ആളുകൾ വേറെ ആയിരിക്കും. നമ്മൾ രാഷ്ട്രീയ VCR ഞാനൊരു കഥ പറയല്ലേ. ആ കഥ പറയുന്നതിനിടയില് നിങ്ങളെ ഈ പറഞ്ഞ വർഗാധിപത്യം ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ആ പറയുന്ന കഥ എന്താന്ന് വെച്ചാൽ, അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയെ ചൂസ് ചെയ്യാനുള്ള കാരണം മതേതര ജനാധിപത്യ രാജ്യമായിട്ടുള്ള സെക്യുലർ ഡെമോക്രസി രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഭരണഘടന നിർമ്മാണ എന്തുവാണ് എന്തിനാടാ ഇങ്ങനെ ഞാൻ എത്ര നേരമാണ് നിർത്താണ്ട് ഇങ്ങനെ പറയും VCR. ചുമ്മാ അപ്പൊ അവിടെ ഈ ഭരണഘടനയെയും ഈ പറഞ്ഞ സെക്യുലർ ഡെമോക്രസിനെ അംഗീകരിക്കാത്ത നിങ്ങളെ പാർട്ടി നമുക്ക് ബേസിക്കലി ചൂസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങളെ നേതാക്കൾ പറഞ്ഞ പല ആശയങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ആ പാർട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ പാത പിന്തുടർന്ന് പോവുകയാണ്. എന്റെ പ്രസംഗം കേട്ടൊരു രോമാഞ്ചം വരുന്നത്. ഉളുപ്പില്ല. നാണം കെട്ടവന് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഉളുപ്പില്ലടാ. നിന്നെ പോലെ ഉളുപ്പില്ല. ഒരു കൃത്യമായിട്ടൊരു വർഗീയത ഇറക്കിയിട്ട് അതിന്റെ വർഗീയതയാണെന്ന് പറയാൻ നിനക്ക് നാവും
അത് അവന്റെ നമ്മളെ മതത്തിന് വേണ്ടിയിട്ടാണ് കമ്മികളൊന്നും ഉണ്ടാക്കിയത്. കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ മതിയല്ല ഈ കമ്മികൾ പണ്ട് ഇതേപോലെയൊക്കെ പണ്ട് സി പി എം പോണേഴ്സിലെ കുറച്ച് ആൾക്കാരോട് വന്നു മുസ്ലിങ്ങളുടെ കഴിഞ്ഞാൽ അമീർ അവനാണല്ലോ. തീരതയില്ല. മുസ്ലിങ്ങളുടെ കാര്യം മൊത്തം ഞാൻ ഒരു വേണ്ടിയിട്ട് കാര്യം പറയട്ടെ നവാസെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിനകത്ത് ഈ വെള്ളാപ്പള്ളി പറഞ്ഞ ഈ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ ഈ വർഗീയതയൊക്കെ കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ബാലൻസ് ആകത്തില്ല. കോടതിയാണ് നിർദ്ദേശം കൊടുത്ത തന്ത്രി അറസ്റ്റ് ചെയ്യാൻ, അല്ലാതെ നിങ്ങൾ